ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൽ പുതിയൊരു റെഡിയായ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2026 തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസം 15-ാം തീയതി മാർച്ച് 15-ാം തീയതി തുടങ്ങിയിരിക്കുകയാണ്. 15 ടു മാർച്ച് 22-ാം തീയതി വരെയാണ് ആദ്യത്തെ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്ററോടനുബന്ധിച്ച് ഏപ്രിൽ 2-3 പെസഹവേഴം ദുഃഖവെള്ളി ദിവസങ്ങളിലാണുള്ളത്. ഇപ്പോൾ സമയം 6:45 പതിവിൽ നിന്ന് നമ്മൾ താമസിച്ചാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും തുടങ്ങുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബൈക്കിൽ ഇതുവരെ വരാൻ പറ്റും. ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലോട്ട് ആണ് പോകാനുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി വെളുപ്പിന് 12 മണി മുതൽ ആൾക്കാർ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 1-ാം ദിവസം തന്നെ വൈകുന്നേരം അവിടെ സംഗമവേദിയിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പരിപാടിയല്ല, പ്രാർത്ഥന ആരാധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനാഗുറേഷനൊക്കെ ഇന്ന് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്. ഈ ചർച്ചിലായിട്ട് ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടുത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ്. എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ വരുന്നുണ്ട്. പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഗസ്ത്യാർകുടത്തിന്റെ ക്ഷീണമൊക്കെ മാറി ഇത് ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു തീർത്ഥാടന യാത്രയാണ്. പ്രാർത്ഥനയോടെ ട്രക്കിംഗ് ഉണ്ടാന്ന് ചോദിച്ചാൽ ട്രക്കിംഗ് പോലെ തന്നെയാണ്. നമ്മൾ അഗസ്ത്യാർകുടത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അഗസ്ത്യാർകുടത്തില് 2-ാമത്തെ ദിവസം നമ്മൾ അതിരുമല ക്യാമ്പ് ടു അങ്ങ് ടോപ്പ് ഉണ്ടല്ലോ, നമ്മൾ ആ ടോപ്പ് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു 6 കിലോമീറ്റർ ഈ കുരിശിലായിട്ട് ബന്ധിപ്പിക്കാം. കാരണം ആദ്യത്തെ ദിവസം ഫുള്ള് കുറേ നടക്കാനാണ്, പല കാലാവസ്ഥയിലൂടെ നമ്മൾ നടക്കുകയാണ് ചെയ്യണം. 2-ാമത്തെ ദിവസം ഫുൾ കയറ്റമാണ്, നല്ല കയറ്റവും ഇറക്കമാണ്. അത് ഈ കുരിശുമലയായിട്ട് നമുക്ക് ബന്ധിക്കാം. കുരിശുമല ഫുള്ള് കയറ്റമാണ്. ഇപ്രാവശ്യത്തെ സീസണിൽ പോയ അഗസ്ത്യാർകുടം ട്രക്കിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. 7 മണിയായി, ഇനി പതുക്കെ പോയിട്ട് വരാൻ പറ്റുള്ളൂ. നമുക്ക് പതുക്കെ മുന്നോട്ട് പോവാം. തിരിച്ചെന്തായാലും നമ്മൾ പെട്ടെന്ന് ഇറങ്ങാം. അത് നമ്മൾ കാണിക്കത്തില്ല. എന്തായിരുന്നാലും കടകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. കാര്യം രാത്രി ആയതുകൊണ്ട് വിഷ്വൽസ് വളരെ കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. രാത്രി ആയതുകൊണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ പകലിലാണ് വന്നിട്ടുള്ളത്. ഇനി രാത്രി എന്താണ് എക്സ്പീരിയൻസ് പോവാം. പിന്നെ ചെറുക്കനുള്ളതുകൊണ്ട് പതുക്കെ പോകത്തുള്ളൂ. മുന്നോട്ട് പോവാം കേട്ടോ. വേറെ കമ്പാ? അത് വേണ്ടേ? എപ്പോഴേ ഈ കമ്പ് വേണ്ടേ? ഈ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ. എല്ലാ പ്രാവശ്യവും നമ്മൾ പകലാണ് പോകുന്നത് കേട്ടോ. പകലല്ലെങ്കിൽ വൈകുന്നേര സമയത്താണ്. അപ്പോൾ ഇത്രത്തോളം ഇരുട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ഇപ്രാവശ്യമൊന്നും ഈ ഇടയ്ക്കൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് വെളുക്കുന്ന, അതായത് ഒരു 2 മണി 3 മണി സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വെളുപ്പിന് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാത്രിയിലെ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. മാത്രമല്ല നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് വെയിലൊക്കെ തണുത്തതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മുന്നേയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രാത്രി ഒന്ന് സെലക്ട് ചെയ്തത്. വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ രാത്രി പോയത്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ആദ്യ ദിവസമാണ് എങ്കിൽ തന്നെയും ഒത്തിരി ആൾക്കാർ മല കയറാനും രാവിലെ വന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ നിർത്തിയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇതിനടുത്ത് തന്നെ ഒരു ബെൽ ടവറും ഉണ്ട് കേട്ടോ. ടിങ് ടിങ് അടിക്കല്ലേ? നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ പകല് കാണിക്കുന്നതാണ്. രാത്രി അതായത് അങ്ങോട്ട് പോകുമ്പോഴുള്ളൊരു ബെൽ ടവർ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ദൂരം കയറിയിട്ടുള്ളൂ. നമ്മൾ വരുമ്പോഴത്തേക്ക് സംഗമവേദിയൊക്കെ നമുക്ക് ചൂണ്ടി കാണിച്ചു തരായിരുന്നു. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പോകുന്ന വഴികളിൽ അത്രയും ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴി അത്രയും ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള കുരിശ് വയ്ക്കുന്ന സ്ഥലത്താണ് നമുക്കിപ്പോൾ ഈ ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ സ്ഥിരം പോയിട്ടുള്ള കൂനിച്ചുമല, കൊണ്ടകെട്ടിമല, അതിൻ്റെയൊക്കെ മലകൾ കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ നിന്നാൽ തന്നെ ഒരു വൈഡായിട്ടുള്ള ഈ ഒരു നല്ല ഏരിയ കാണാൻ പറ്റും. ഫുള്ള് ലൈറ്റുകളൊക്കെ ഇട്ട് ടൗണുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എവിടെയാണെന്ന് കറക്റ്റ് ഇപ്പോൾ രാത്രിയായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. തീർത്ഥാടകർ പലരും നമ്മുടെ മെയിൻ റോഡ് സംഗമവേദിക്ക് അടുത്തെവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് കടന്നു വരാറുള്ളത്. ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് ആൾക്കാർ വരുന്നത്.
പിന്നെ അല്ലാണ്ട് നേർച്ചയായിട്ടൊക്കെ വരുന്ന ആൾക്കാർ താഴെ സംഗമവേദിയിൽ വന്നതിന് ശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കുറേ സമയം അവിടെയൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും കേട്ടോ. അവിടെ നിന്ന് നല്ല ഹൈറ്റാണ്, ടാറാണ് റോഡ്, എങ്കിലും നല്ല ഹൈറ്റാണ്. മാതാമല, കൂനിച്ചിമല അങ്ങനെയൊക്കെ പോകുന്ന വഴികൾ ഈ വഴികളിലാണെന്നാണ് തിരിയുന്നത്. നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴേന്ന്, അതായത് സംഗമവേദിയിൽ നിന്ന് തന്നെ നമ്മൾ ബൈക്കിൽ മുകളിലൊരു ചാപ്പൽ പോലെ ഒരു കുരിശടി പോലെ അല്ല ഒരു ചെറിയൊരു ചർച്ച് ഉണ്ട് കേട്ടോ. കുറച്ച് പ്രയറിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ചർച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ വരെ നമുക്ക് ബൈക്കിൽ വരാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന അതാണ് കേട്ടോ. ബൈക്കിൽ നമ്മൾ ഇങ്ങറ്റം വരെ വരും, അതിന് ശേഷമാണ് കറക്റ്റായിട്ട് ഈ കല്ലൊക്കെ ഇളകിയ ആ ഒരു റോഡ്, ഒരു വഴി വരുന്നത്. അതുവരെ നമ്മൾ വന്നതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സ്ലോയിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ചെറിയ സ്നാക്സൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്, വെള്ളവും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഈ പോകുന്ന വഴികളിൽ ഇടയ്ക്ക് തന്നെ ഒരുപാട് കടകൾ ഇനിയും വരാനുണ്ട്, ഒരുപാട് കടകളുണ്ട്. അവിടെ നമുക്ക് ചായയോ കാപ്പിയോ നാരങ്ങ വെള്ളമോ അതുപോലുള്ള കുപ്പിവെള്ളമോ എന്ത് വേണോ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ 8 മണിയാണ്, നമ്മൾ 6:45 നടക്കാൻ തുടങ്ങിയതാണ്. 8 മണിയൊക്കെ ആയപ്പോൾ റോപ്പിൻ്റെ അടുത്ത് എത്തി കേട്ടോ. നമ്മൾ ഏകദേശം മുക്കാ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ റോപ്പ് സെക്ഷനൊക്കെ പകലായിരുന്നെങ്കിൽ നമ്മൾ വിഷ്വൽ കാണിച്ചു തന്നെ, രാത്രി ആയതുകൊണ്ട് ഈ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. നടന്ന് 8:15 ആയിട്ടുണ്ട്. 6:45 നടക്കാൻ തുടങ്ങി. മുന്നേ ഉള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ വരുള്ളൂ അല്ലേ മുന്നേ? അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ. മുന്നേ നടന്ന് തന്നെ കയറി കൂടുതലും, അതുകൊണ്ട് പതുക്കെ നമ്മൾ വന്നുള്ളൂ. കടകളൊക്കെ സെറ്റായി പറഞ്ഞുള്ളൂ. ഇവിടെ എന്നാൽ പകൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ്. ഇവിടുന്ന് നല്ല വൈഡായിട്ടുള്ള വ്യൂ കിട്ടും. നമ്മുടെ പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ റോപ്പിൽ നിന്ന് കയറി പറഞ്ഞത്. ഈ രാത്രിയും ഇപ്പോഴും നല്ല തിരക്കുണ്ട്. പിന്നെ രാവിലെയും പകലൊന്നും പറയണ്ട, രാവും പകലും ഫുൾ ആളുണ്ട്. ഇപ്പോൾ നമ്മൾ കാറ്റാടി മരങ്ങൾ നിൽക്കുന്ന ആ ഒരു സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി 2 വഴി പോലെ തിരിഞ്ഞിട്ട് അതുവഴി അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിച്ച്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വേണം പോവാം. പക്ഷേ കാറ്റാടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ പാട്ടൊക്കെ നടക്കുന്നുണ്ട്, ആരാധന എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. ഇനി മുകളിൽ പോയിട്ട് ബാക്കി കാണാം. ഓ ചെരുപ്പ് ഉറുമ്പ് കടിച്ചാ നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പകലാണ് വരുന്നതെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അത് വന്നവർക്കറിയാം. വളരെ മനോഹരമായിട്ടുള്ള വൈഡായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ കയറി വരുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000 അടി മുകളിലാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു വൈഡായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, കാണാൻ പറ്റും കേട്ടോ. ഇതിനടുത്ത് തന്നെ നമ്മുടെ കാളിമല, പിന്നെ കൂനിച്ചിമല, കൊണ്ടകെട്ടിമല, മാതാമല അങ്ങനെ തുടങ്ങിയിട്ടുള്ള മലകൾ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ, ഈ പറയുന്ന എല്ലാ മലകളുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വേറെ രീതിക്കുള്ള പാട്ട് വെച്ചിട്ടുണ്ട്, അതായത് ഈ കഷ്ടാനുഭവത്തിന് വരുന്ന പാട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആൾക്കാർ നേർച്ചയുടെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. പള്ളിയായിട്ട് അങ്ങനെ ഒരു കൂട്ടമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥന കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ ഇതാണ് കാഴ്ച, ഒരു കുരിശ് നിർത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ലൈറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരത്ത് നിന്ന് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ടോപ്പ് ഇവിടെയാണെന്ന്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. കാരണം ഇത്രയും ദൂരം നടന്നു വന്നതല്ലേ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ പതിയെ അങ്ങ് താഴേക്ക് പോവാണ്. ഇന്ന് ദാ കാണുന്ന പോലെ നല്ല കോട ഉണ്ട് കേട്ടോ. അവിടെ 8:30 ആയപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. 8:30 ആയപ്പോൾ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പം നല്ല കോട ഉണ്ട് എന്ന് തോന്നുന്നത്, കാണുന്നത് ഫുള്ളും കോടയാണെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം എന്താ കോട തന്നെ. ഇപ്രാവശ്യം എന്താ ഇതുപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാലും നമുക്ക് സംഗമവേദി കാണാം, പക്ഷേ ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഓ ഇതാ അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. എന്തായാലും രാവിലെ സമയത്ത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം പതുക്കെ താഴേക്ക് പോവുക. അവിടെ കടകളൊക്കെ സെറ്റായിട്ടുണ്ട് സംഗമവേദിക്ക് ചുറ്റും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതിന് ശേഷം തിരികെ വീട്ടിലേക്ക്. എന്തായാലും വളരെ 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 സന്തോഷമാണ്. കാരണം
നമ്മുടെ തെക്കൻ കുരിശുമല തീർത്ഥാടനം ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ, 15-ാം തീയതി. അന്ന് തന്നെ നമുക്ക് വരാൻ പറ്റി. അത് വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഫാമിലിയായിട്ട് ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഫാമിലിയായിട്ട് മുന്നേ കുഞ്ഞായിരുന്നപ്പോഴുള്ള മുതൽ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇപ്പോഴും ഇവിടെ വന്ന് നമുക്ക് കാണാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുരിശുമല തീർത്ഥാടന യാത്ര കഴിഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 9:45. അപ്പോൾ നമ്മൾ ബൈക്ക് കൊണ്ടുവച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് എത്തി. ഇനി നേരെ സംഗമവേദിയിലോട്ട് പോവുകയാണ്. നമ്മൾ വന്നപ്പോൾ സംഗമവേദിയിലെ കാഴ്ചകൾ കണ്ടാണ് വന്നത്. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് ഇപ്പോൾ എല്ലാ ദിവസവും സ്റ്റേജ് പരിപാടിയുണ്ട്. ഇപ്പോൾ ഗാനമേള നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങുക, പോവുക. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വരാൻ താല്പര്യമുള്ള എല്ലാവരും ഇന്ന് 15-ാം തീയതിയാണ് മാർച്ച്. അപ്പോൾ 22-ാം തീയതി വരെ ഉണ്ട്. അടുത്ത മാസവും ദുഃഖവെള്ളി കഴിയുന്ന ദിവസങ്ങളിലുണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ള എല്ലാവരും പറ്റുന്നുള്ളവരൊക്കെ വരിക. കൊള്ളായിരുന്നു. ഇപ്പം രാത്രി ആയിരുന്നതുകൊണ്ട് ചൂടും ഒന്നും ഇല്ലാതെ ഈസിയായിട്ടൊന്നല്ല, ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ മുകളിൽ നല്ല കോട ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു യാത്രാ വിശേഷമായിട്ട് കാണാം. ബൈ ബൈ. അത് കാണുന്നവരടുത്ത് നീ ബൈ ബൈ പറ. നീ ഇവിടെ പറ ബൈ ബൈ.